ഇന്ന് നമുക്ക് ഒരു അടിപൊളി കസ്റ്റാർഡ് ഉണ്ടാക്കാം. അതിനായിട്ട് 1 ലിറ്റർ പാലും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. വീണ്ടും 1 കപ്പ് പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ട് ആ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ആറിക്കാനായിട്ട് വെക്കാം. ആറിച്ചതിന് ശേഷം അത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ അതെല്ലാം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ആപ്പിളും 2 ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊമഗ്രാനൈറ്റ്സ് ഇടാം, അതേപോലെ ഗ്രേപ്സ് ഇടാം, എന്തൊക്കെയാണോ ഇഷ്ടം അതെല്ലാം ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ കസ്റ്റാർഡ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അലങ്കാരപ്പണിക്കായിട്ട് ഞാൻ കുറച്ച് ജെല്ലീസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ജെല്ലീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റാർഡ് റെഡി. സോ സിമ്പിളാണ് ആൻഡ് ദിസ് ഇസ് സോ ഗുഡ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആൻഡ് ഈ ജെല്ലി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തതായിരിക്കും. സോ ഡു